ശ്രീമതി നുസറത്ത് ജഹാൻ എങ്ങനെ കാണുന്നു സോണിയയുടെ പരാമർശത്തെ? I would like to say that poor Sonia Gandhi doesn't know the strength and the spiritual might of an Indian lady. See, Bharat Mata ki Jai എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കണ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശക്തി എന്താന്നുള്ളത് she doesn't know. That is why she and Papu also spoke about that. അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ഇവർക്കൊക്കെ പിന്നെ പാർലമെന്റിൽ പോയി ഇരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. One second. സോറി, പാർലമെന്റ് ഇപ്പൊ മുമ്പേ പിന്നെ പ്രിയങ്ക എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ പാർലമെന്റ് സെക്ഷനിൽ കണക്ക് ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പോയിരിക്കണ പോലെ തോന്നി ബഡ്ജറ്റ് കേട്ടപ്പോ. മാത്സ് ക്ലാസ് ഇഷ്ടമില്ലാതിരിക്കുക ആർക്കാണ്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് തീരെ മാത്സ് എന്ന് ഉഴപ്പ് കളിക്കുക. ഒരു മാത്സ് ക്ലാസ്സിനെ പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും ബോറിംഗ് ആയിരുന്നു പറയും. ഒരു മാത്സ് ക്ലാസ്സിൽ സഹിക്കാൻ പറ്റാത്ത ഒരാളാണോ ഇന്ത്യന്റെ പ്രതിപക്ഷ നേതാക്കളായിട്ടൊക്കെ ഇവർ വരുന്നത്? എന്തോ ഗാന്ധി കുടുംബം എന്താ ഇവർ ഈ പറയുന്നത്? ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അവര് വിചാരിച്ച പോലെ ബ്രിട്ടീഷിന്റെ അടിമകളല്ല ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി ഓശാന പാടാൻ ഇനി ഒരു പ്രസിഡന്റിന് കിട്ടില്ല. പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഷീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് മെന്റലി ആൻഡ് ഫിസിക്കലി ഷീ ഈസ് ഫിറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ടല്ലേ ഇന്ത്യന്റെ പ്രസിഡന്റ് ആയത്. അപ്പൊ പുവർ തിങ് നമ്മുടെ പ്രസിഡന്റിനെ പറയാൻ മാത്രം സോണിയാഗാന്ധി എന്തായാലും ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്റേതല്ല, ഈ ഭാരതത്തിലെ ഓരോ സ്ത്രീനെ അപമാനിക്കുന്ന പോലെയാ. കാരണം ഒരു സ്ത്രീയാണ് ഭാരതത്തെ നയിക്കുന്നത് എന്നുള്ളത് നമ്മുടെയൊക്കെ നമ്മളെ രാജ്യം ഒരു സ്ത്രീയാണ് നയിക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു അഹങ്കാരം. അതിനെ നമ്മൾ ആരോഗ്യമില്ലാത്താക്കി. വാട്ട് ഇസ് റോങ് വിത്ത് ഹർ? പിന്നെ ഇത്ര കാലമുള്ള പ്രസിഡന്റുമാരൊന്നും പാർലമെന്റ് സെക്ഷനിൽ വായിക്കുമ്പോൾ ഇവർക്ക് എന്താ സങ്കടം തോന്നിയിട്ടില്ല? ഇവരൊക്കെ കുറെ പ്രസിഡന്റുമാർ ഇരുന്ന് വായിക്കുന്നല്ലോ. പിന്നെ റബ്ബർ സ്റ്റാമ്പ് അതൊക്കെ അവരാണ്, അവരെ മൻമോഹൻ സിംഗ് ജീനിയൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാ ഏതാണ് ഇവരെ പിന്നെ റബ്ബർ സ്റ്റാമ്പ് അല്ലാത്ത മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ വന്നേ? ഇപ്പൊ മെനിയാന്ന് ഗംഗാദേവിയെ പിന്നെ ആക്ഷേപിച്ച പോലെ കുംഭമേളയെ കുടിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു കാർഗെ. അപ്പൊ അയാൾക്കൊന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുക. മണ്ടത്തരമൊന്നുമല്ല ഇതൊന്നും, മണ്ടത്തരമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്ലാൻഡ് പറയണം. അവരെന്ത് പറയണം അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള അവർ തീരുമാനിക്കുന്നുണ്ട്. ഈ രാഷ്ട്രം ഇങ്ങനെ നല്ലൊരു രീതിയിൽ പോകുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഇപ്പൊ പാർലമെന്റില് പിന്നെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ കൊണ്ടുവന്നില്ല എന്ന് ഇപ്പൊ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അപ്പോ കോൺഗ്രസ് നേതാവ് ഇവരെ അന്ന് തൊട്ട് കോൺഗ്രസ്സുകാരെ സങ്കട ഈ പ്രസിഡന്റിനോട്. അപ്പൊ ആ പ്രസിഡന്റിന് ഇവർക്ക് എന്താ ഇത്ര വലിയ ദയ? ഒരു ട്രൈബൽ ഇതെന്ന് വന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു രാജ്യത്തെ നയിക്കുമ്പോ അവരെ കൊണ്ടുവന്നത് ആരാ? ഈ നരേന്ദ്രമോദിയല്ലേ. നമ്മളാരോ കോൺഗ്രസ്സുകാരോ ഒന്നും അല്ലല്ലോ. കേരളത്തിലെ ഒരു കോൺഗ്രസ് MP പോലും ആ പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അറിയാതെ വന്നതാണോ ആക്ച്വലി വന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോ ഇതേപോലെ ഒരാളെ ഇന്ത്യക്ക് തന്നത് ഈ നരേന്ദ്രമോദി തന്നെയാണ്. ആ നരേന്ദ്രമോദിക്ക് അറിയാം എവിടെ കൊണ്ടുവരണം വരണമെന്ന്. രാജ്യം നരേന്ദ്രമോദിയുടെ കയ്യിൽ എത്തിയതിനു ശേഷമാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം. ശരിയാണ്, ഇവരെ എത്ര വിഷമിച്ചിട്ടും അത് കാര്യമില്ല. രാജ്യം മാറിപ്പോയി, ജനങ്ങളെ ചിന്താഗതി മാറി. ഇതെല്ലാം പറയണോ? രാജ്യം ഒരു വേറെ ലെവലിൽ പോവാ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഗൾ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മാറി ചിന്താശക്തിയുള്ള ഈ പിന്നെ സനാതന ധർമ്മം എന്നുള്ള ഒരു ഇതിൽ തന്നെ ഊന്നിപ്പിടിച്ചു പോകുമ്പോൾ മതമാക്കി മാറ്റി RSSും BJP ആണ് പറയുന്നത്. ഇല്ല, അത് മതമല്ല, ഈ രാജ്യത്തിന്റെ കൾച്ചറാണ് അത്. ഒരു പിന്നെ ഈ രാജ്യം എങ്ങനെ ജീവിക്കണം എന്ന് പുരാണ കാലങ്ങളിലെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പോണ ഒരു രാജ്യത്തിന്റെ ആ സംഗതികൾ തന്നെ ഇന്ന് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരും പല നയതന്ത്രജ്ഞരും ഒക്കെ ഇതിനെ നോക്കി കാണുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോ ഇവരുടെ ഈ കളികളൊന്നും നടക്കൂല. അപ്പൊ അതേപോലെ രാഹുൽ ഗാന്ധി കുറച്ച് അമേരിക്കയിൽ പോയി പ്രസംഗിക്കും, ലണ്ടനിൽ പോയിട്ട് പറയും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിനെയും സ്വന്തം രാജ്യത്തെ രാഷ്ട്രപതി ഇവിടെ അവരവിടെ അടി ഉണ്ടാക്കിക്കോട്ടെ. അതിനാണല്ലോ അവരൊക്കെ പാർലമെന്റിലേക്ക് നമ്മളൊക്കെ അയച്ചത്. അപ്പൊ അവിടെ പ്രതിപക്ഷത്തിരുന്ന പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കാനേ അധികാരം ആർക്കുള്ളൂ, ഒരാൾക്കെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെമോക്രസി ഉള്ള സ്ഥലത്ത് ഇവർക്ക് എന്താ നല്ലത് പറയാൻ പറ്റാത്തത്? അവിടെ പോയി ഇരുന്ന് ഉറങ്ങും, ആരെങ്കിലും ഉന്തിയിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയാന്നില്ല. ഇതിനൊക്കെ അവിടെ അവർക്ക് വേണ്ട ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയണം. എന്താ അവതരിപ്പിക്കാത്ത? ഈ രാജ്യത്തെ ഏത് ട്രൈബൽസിലുള്ള പദ്ധതികൾ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക. ഇത്രയും അധികം ട്രൈബൽസിന് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്? എല്ലാം. പിന്നെ മൈനോറിറ്റി എന്ന് പറഞ്ഞ ഇവർ കാര്യം. കേരളത്തിലെ ഏറ്റവും അധികം എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും കിട്ടിയത് പിന്നെ ക്രിസ്ത്യൻ സഭകൾക്കെല്ലാം ആരുടെ കാലത്താ? വാജ്പേയിന്റെ കാലത്താ. ഇത് മൈനോറിറ്റിക്കാ കൊടുത്തത്. ഒന്നും കൊടുക്കാതെ ഒന്നും പിന്നെ മുസ്ലിം തമിഴ്നാട്ടിലെ എത്രയോ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുത്തത് വാജ്പേയി സർക്കാരിന്റെ സമയത്താ. അപ്പൊ ഇതേപോലെ എല്ലാം മൈനോറിറ്റിനെ നോക്കുന്നില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതൊന്നുമില്ല. അത് ഈ ഒരു വിഷമം ഇതാണ്. രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞു. പൊട്ടൻഷ്യൽ മീൻസ് ഈ രാഷ്ട്രത്തെ ഹിമാലയവും നദികളും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഡൈവേഴ്സിറ്റീസും ഇവിടുത്തെ കലകളും സംഗീതങ്ങളും ഒക്കെ ലോകത്തെ എവിടെയില്ലാത്ത അതൊക്കെ ഇന്ത്യന്റെ ഹൈറ്റ്സിൽ യോഗ ഒന്നിനും പിന്നെ ഉപമിക്കാൻ പറ്റാത്ത ഒരു യോഗ നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ന് എവിടെ എത്തി? ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതൊക്കെ കാശാക്കി മാറ്റുകയാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. കുംഭമേളയിൽ പോലും അതാ നടക്കുന്നത്. ഇത്ര കോടിയിൽ ചെലവാക്കുമ്പോൾ ഇത്ര കോടി വരുന്നു. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നമ്മളിപ്പോ എക്സിബിഷൻ നടക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? ആൾക്കാർ വരുന്നത്. ആ ആൾക്കാർ വരുമ്പോൾ അവർ വരുന്ന ഒരു വിസ തൊട്ട് അവർ ഇറങ്ങുന്ന നാട്ടിൽ ഇറങ്ങുന്ന ഒരു കാപ്പി വരെ നമ്മളെ രാജ്യത്തിനാണ് കിട്ടുന്നത്.
അങ്ങനെയാണ് ദുബായ് ഒക്കെ വികസിപ്പിച്ചെടുത്ത്. അതേ തന്ത്രമാണ് ഇവിടെ. ആ പൊട്ടൻഷ്യൽ ഒരു വിമാനം കൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് എമിറേറ്റ്സിനെ ദുബായി ആക്കിയത്. കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ടിവിറ്റി കൊടുത്ത ആദ്യത്തെ ഒരു എയർലൈൻ ആയിരുന്നു അത്. അതുകൊണ്ട് എന്താണ്, ഒരാൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം വിശദീകരിച്ച എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വിസ വാങ്ങണ്, ഫോൺ ചാർജ് ചെയ്യണ്, ഒരു മെഡിസിൻ വാങ്ങുന്നത്, ഒരു ചായ കുടിക്കുന്നത്, ട്രാൻസിറ്റ് എടുക്കുമ്പോൾ എടുക്കുക. അതേപോലെ തന്നെയാണ് കുംഭമേള എന്നുള്ള ഒരു സംഗതിയിൽ ഒരു സ്പിരിച്വൽ ഗാദറിംഗ് വരുന്ന ഒരു സ്ഥലത്ത് പണം ഒഴുകുകയാണ് പല രാജ്യങ്ങളിലും പലവിധ ആൾക്കാർക്കും. സ്പിരിച്വൽ ഗാദറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തമാശയായി തോന്നും. അത് ഈ രാജ്യത്തിന്റെ തീരുമാനമാണ്. അതൊക്കെ ഓരോ കാലങ്ങളിലെ എല്ലാം മറിഞ്ഞ് 400 വർഷത്തെ മുഗൾ ഭരണോ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണമൊക്കെ കഴിഞ്ഞു. ഇന്നും പാർലമെന്റിന്റെയും എന്താ പറയാ രാഷ്ട്രപതി ഭവന്റെയൊക്കെ റെന്റ് നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കാതെ വയ്യ. ആ സ്ഥലത്താണ് ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ രാജ്യം അതന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്റെ സർക്കാർ അല്ലാതെ എന്താ അവർ പറയാ പാകിസ്ഥാൻ സർക്കാരിനോ അല്ലെങ്കിൽ ബംഗ്ലാദേശ്. മാത്രമല്ല വിദേശികൾ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പേര് പോലും രാജ്യത്ത് അവശേഷിപ്പിക്കരുത് എന്ന നിബന്ധനയോടുകൂടി തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട്